പോയിക്കാം മുഹമ്മദ് പോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമയുടെ പ്രയാണം. ഇന്ന് നമ്മൾ തൽബിക്ക് ഫോട്ടോ എടുക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം മുഹമ്മദാണ്. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഇതൊക്കെ എന്ത് അങ്ങനെ കുറച്ച് നേരത്തെ കരച്ചിലും സങ്കടത്തിനും ഒടുവിൽ ഓൻ്റെ ആവശ്യം നേടിയെടുത്തിട്ടുണ്ട്. ഏടെ ഞാൻ പോകാൻ ഇറങ്ങിയല്ലോ. ഫസ്റ്റ് തന്നെ സ്കൂട്ടിമ കയറിയിരിക്കില്ല ഇവനാണ്. പിന്നെ ഇവനൊരു ദീദീസ് പോയാണ്ട് ഞാൻ ഇവൻ എങ്ങനെയെങ്കിലും കൂട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് വിടാന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. മരിബാണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എനിക്ക് നല്ല തിരക്കിനു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? പിന്നെ സ്റ്റുഡിയോ ഒന്നല്ലയുടെ ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വിടാന്നുള്ള പ്ലാനിൽ പെട്ടെന്ന് നടന്നിറങ്ങി. അതിൻ്റെ അടുത്ത് നല്ല മനോഹരമായ കാഴ്ച മുമ്പിന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ അടുത്ത് ദീദി ഹെൽമെറ്റ് ഇടുന്ന മുമ്പിലുള്ള ഒരാൾ എന്നോട് പറയുന്നുണ്ടെങ്കിലും നേരെ രണ്ടപ്പുറത്തുള്ള കടക്ക് എന്തിനാ മുന്നേ ഹെൽമെറ്റ് ഒന്ന് ഞാൻ ഫോട്ടോ എടുക്കേണ്ടത് എനിക്കാണ്, ഓടുന്നത് ഇവരാണ്. കാരണം മരിബിനുള്ളിൽ വീട്ടിലെത്തുന്നതാണ് പോരാളിയുടെ ഓർഡർ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അങ്ങനെ എൽബി ചിരിച്ചു കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ നല്ല ഫോട്ടോ ഒറ്റ ടേക്കിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. മുഹമ്മദിന്റെ ഒരു ഫോട്ടോ എടുത്താലോ നമുക്ക്? അങ്ങനെ നമ്മൾ തൽബിന്റെ ഫോട്ടോക്ക് വേണ്ടി പുറത്തെ വെയിറ്റിലാണ്. അതിൻ്റെ അടുത്ത് ഒരു ലോറിയും വിറകുമായി പോകുന്നത് കണ്ട് ഇവൻ അതാണ് ഇവൻ പറഞ്ഞുകൊടുക്കുന്നത്. കല്ലല്ല അത്, അതാന്ന് വിറക്. വിറക് പോയി. അങ്ങനെ ഫോട്ടോ ഇട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഫോട്ടോ വണ്ടിയുടെയാ അപ്പുറത്തെ സൈഡാലേ. റെഡ് സ്കൂട്ടി കണ്ടിട്ട് എന്താ മുമ്പ് എന്താ ഇതാവൂല നമ്മളെ വണ്ടി. അങ്ങനെ ചെമ്പരത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ മുഹമ്മദിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ആക്കിയും കൊടുത്ത്. രണ്ട് ഒരേ കളർ ഒരേ കമ്പനി വേണ്ടി അടുത്തടുത്തുണ്ടായപ്പോൾ ഏതൊരാൾക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് തന്നെ ഓർക്ക് ഉണ്ടായത്. മരുബിനുള്ളിൽ വീട്ടിലെത്താൻ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശാനുള്ളിലാണ് വീട്ടിലെത്തിയത്. ഇനി പോനാളി എന്താണെന്നുള്ളിൽ പറയാൻ ഓർത്തിട്ട് എന്നെ ബേജാറാവുന്നു. മുഹമ്മദിന് വീട്ടുകാരുണ്ടോ? ഇന്നും കൂടി പോകണം പോലെ വീട്ടുകാരുണ്ടാ കൗതുക ലേശം കൂടുതലാണ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ പെട്ടെന്ന് ബൈ.